നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് മന്ത്രവാദത്തിനും യാഗത്തിനും ഹോമത്തിനും യജ്ഞത്തിനൊക്കെ ഭയങ്കരമായ മാർക്കറ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന് വളരെയധികം വളക്കൂറുള്ള കണ്ണൂരിലൊക്കെയാണ് ഇന്ന് പല യജ്ഞങ്ങളും യാഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാഗം കൊണ്ട് മഴ പെയ്യിക്കാമെന്നും യാഗം കൊണ്ട് പ്രകൃതിശുദ്ധി വരുത്താമെന്നൊക്കെയാണ് സംഘാടകർ അവകാശപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നല്ല ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരെ ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങി പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തെളിവ് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ശാസ്ത്രജ്ഞന്മാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് യാഗത്തിനൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, പണ്ട് സദാചാരി എന്ന് പറയുന്ന ഒരു ദിവ്യൻ ഡൽഹിയിൽ വെച്ച് ഒരു യാഗം നടത്തി. ലോകത്തിൻ്റെ നന്മയ്ക്ക്, ലോകത്തിൻ്റെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയായിരുന്നു ആ യാഗം നടത്തിയതെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു ആ യാഗം നടത്തിയത്. ആ യാഗത്തിൽ അദ്ദേഹം അന്ന് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു യജ്ഞകുണ്ഡം ഒരുക്കി, ഇഷ്ടികത്തറ കൊണ്ട് ഒരു വലിയ യജ്ഞകുണ്ഡം ഒരുക്കി. ആ യജ്ഞകുണ്ഡത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പത്മാസനത്തിൽ അവിടെ ഇരുന്ന് തുടർന്ന് മണിയൊക്കെ മുഴക്കി തൻ്റെ ശിഷ്യനെ കൊണ്ട് അല്പം യജ്ഞനെയ് ആ യാഗകുണ്ഡത്തിൽ ഒഴിക്കുകയും അദ്ദേഹം തൻ്റെ അതീന്ദ്രിയ ശക്തി കണ്ണുകൊണ്ട്, നേത്രശക്തി കൊണ്ട് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത്ഭുതകരമായി അഗ്നി ഉയർന്നു വന്നു. വലിയ മാർക്കറ്റായിരുന്നു അന്നത്തെ ആ അഗ്നികുണ്ഡത്തിൽ കിട്ടിയത്. കാരണം അന്ന് ചാനലുകളൊക്കെ, ടെലിവിഷൻ ചാനലുകളൊക്കെ വന്ന സമയത്ത് അവർ അത് ലൈവായി പ്രക്ഷേപണം ചെയ്ത് ആ സിദ്ധന് ഭയങ്കരമായ പേരായിരുന്നു കിട്ടിയത്. നേത്രശക്തി കൊണ്ട് അഗ്നി സൃഷ്ടിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അന്ന് ആ സിദ്ധൻ തൻ്റെ നേത്രശക്തി കൊണ്ട്, മെൻ്റൽ പവർ കൊണ്ട്, തൃക്കണ്ണുകൊണ്ട്, മൂന്നാം കണ്ണുകൊണ്ട് തീ സൃഷ്ടിച്ചത്, അതേ രൂപത്തിൽ അതിൻ്റെ ഒരു ചെറിയ രൂപം ഞാനും നിങ്ങളുടെ മുമ്പാകെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അന്ന് സിദ്ധൻ ഉപയോഗിച്ചത് ഒരു വലിയ ഇഷ്ടികത്തറ കൊണ്ട് കെട്ടി അതിൽ വിറകുകളായി ചന്ദനം, രാമച്ചത്തിൻ്റെയൊക്കെ തടികൾ, വേരുകൾ, ഇലകൾ, ചകിരികളൊക്കെ നിറച്ച് അതിലേക്ക് പത്മാസനത്തിലിരുന്ന് ശിഷ്യനെ കൊണ്ട് നെയ്യ് ഒഴിപ്പിച്ച് നേത്രശക്തി പകർന്നതാണെങ്കിൽ, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് കടലാസ് കഷ്ണങ്ങളാണ് ഞാനിപ്പോൾ വിറകുകളായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് എൻ്റെ കയ്യിലും അല്പം നെയ്യുണ്ട്. ആ നെയ്യ് ഒഴിച്ചുകൊണ്ട് ഞാനും കേവലം 3 ദിവസം മാത്രം ആർജിച്ച എൻ്റെ മെൻ്റൽ പവർ, എൻ്റെ തൃക്കണ്ണിൻ്റെ ശക്തി കൊണ്ട് ഞാനും ഇവിടെ അഗ്നി സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമാണ്. റൈറ്റ്. എൻ്റെ കയ്യിൽ അല്പം നെയ്യാണിത്. നോക്കാം. ഈ നെയ്യ് ഞാനും ഇതിലേക്ക് ഒഴിച്ചുകൊണ്ട് എൻ്റെ പവർ നമുക്ക് നോക്കാം. യെസ്. അന്ന് എങ്ങനെയാണോ ആ സിദ്ധൻ അവിടെ അഗ്നി സൃഷ്ടിച്ചത്, അതേ രൂപത്തിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പാകെ ഞാനും, ഈ എളിയ ഞാനും തീ സൃഷ്ടിച്ചത്. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു തീയുടെ കണ്ടുപിടുത്തം. തീ കണ്ടുപിടിച്ചത് ഏതെങ്കിലും ശാസ്ത്രജ്ഞനാണോ? ആണോ? അല്ല. തീ കണ്ടുപിടിച്ചത് യുക്തിചിന്തയും നിരീക്ഷണ പാഠവുമുള്ള ആളുകൾ അന്നും ഉണ്ടായിരുന്നു. കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് കാട്ടിലെ മുളകളും ചില മറ്റ് ചെടികളൊക്കെ കാറ്റിൽ പരസ്പരം തട്ടി ഉരസി തീ കണ്ടുപിടിച്ച അന്നത്തെ മനുഷ്യർ പിന്നീട് തീപ്പെട്ടിക്കൊള്ളിയുടെ രൂപത്തിൽ, അരണി കടഞ്ഞ് ലൈറ്ററിൻ്റെ രൂപത്തിൽ, കെമിക്കലിൻ്റെ രൂപത്തിൽ, രാസപ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ, ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിലൊക്കെ തീ കണ്ടുപിടിക്കുന്ന ഇന്നും നമ്മളെ പ്രാകൃതമായ ഗോത്രകാലത്തിലെ യാഗത്തിലേക്കും യജ്ഞത്തിലേക്കും കൈപിടിച്ചു കൊണ്ടുപോകുവാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതും ശാസ്ത്രത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഞാൻ എങ്ങനെയാണോ തീയുണ്ടാക്കിയത്, അന്ന് അദ്ദേഹം സദാചാരി എന്ന് പറയുന്ന ദിവ്യനും തീയുണ്ടാക്കിയ അതേ രൂപത്തിൽ തന്നെയാണ്. അദ്ദേഹം യാഗകുണ്ഡമൊരുക്കി, ഇഷ്ടികത്തറ കൊണ്ട് യാഗകുണ്ഡമൊരുക്കി, വിറകുകൾ അതിൽ നിക്ഷേപിച്ചു. അതിൻ്റെ മുകളിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ തരി വിതറി.
ഞാനും ഈ യാഗകുണ്ടത്തിൽ ഈ പ്ലേറ്റിൽ കടലാസ് കഷ്ണത്തിനടിയിലായി പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ തരി വിതറി. തുടർന്ന് അദ്ദേഹം പത്മാസനത്തിലിരുന്നു കൊണ്ട് മണിയൊക്കെ മുഴക്കി ശിഷ്യ നെയ് ഒഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ അതിലേക്ക് ഒഴിച്ചത് നെയ് ആയിരുന്നില്ല, ഞാനും ഇവിടെ ഒഴിച്ചത് നെയ് ആയിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ആ പാത്രത്തിലേക്ക് ഒഴിച്ചത് ഗ്ലിസറിൻ എന്ന് പറയുന്ന നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടുന്ന ഒരു രാസപദാർത്ഥമാണ്. ഇതാണ് ഗ്ലിസറിൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും ചേർന്നുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഓക്സീകരണത്തിൻ്റെ ഫലമായി അവിടെ തീയുണ്ടാകുമെന്ന ശാസ്ത്ര നിയമത്തെയാണ് തൻ്റെ അതുല്യമായിരിക്കുന്ന നേത്രശക്തിയാണ്, തൃക്കണ്ണാണ്, മനഃശക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണിൻ്റെ ഞാൻ ആർജിച്ചെടുത്ത കണ്ണിൻ്റെ പ്രത്യേകത പവർ കൊണ്ടാണ് തീയുണ്ടാക്കിയത് എന്ന വിവരക്കേടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് വേണ്ടി ഈ അത്ഭുതത്തിന് വലിയ പ്രചാരം കൊടുക്കാൻ ഇന്ന് മാധ്യമങ്ങളും തയ്യാറാവുന്നുണ്ട്. നമുക്കറിയാം മാധ്യമങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പണ്ട് നമ്മുടെ നവോത്ഥാന നായകന്മാർ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് പല ആചാര്യന്മാരും മാധ്യമങ്ങളും ഇരുട്ടിനെ കൂരിരുട്ടാക്കാനുള്ള തീവ്രശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നാൽ അതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് അത് വലിയ അത്ഭുതമാക്കി മാറ്റി അവരുടെ ആളുകളുടെ പ്രചരണത്തിനും പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ശാസ്ത്രബോധമുള്ള ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരണം. മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ അവിടെ ഒരു ദിവ്യൻ വന്നിട്ടുണ്ട്, ഭയങ്കര മഹാനാണ്, കേമനാണെന്ന് പറഞ്ഞാൽ അയാളുടെ കാലിൽ കഴുകിയ വെള്ളം കുടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥ ഇന്നുണ്ട്. അതുണ്ടാവരുത്. നമുക്കറിയാം മലപ്പുറത്ത് ഒരു ദിവ്യനുണ്ടായിരുന്നു. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. മലപ്പുറത്ത് ഒരു ദിവ്യൻ, ആ ദിവ്യൻ മന്ത്രിച്ച വെള്ളം കൊടുക്കുകയായിരുന്നു പരിപാടി. മന്ത്രിച്ച വെള്ളം കൊടുക്കാൻ പല രോഗങ്ങളും മാറി എന്ന അവകാശവുമായി പലരും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി സിദ്ധൻ്റെ അടുത്ത് ആളുകൾ കൂടി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 10-100 ആളുകൾ ഉണ്ടാവും. മന്ത്രിച്ച വെള്ളം മതിയാവാതാര മൂപ്പർ പിന്നെ ബക്കറ്റിലായി മന്ത്രിച്ച വെള്ളം ബക്കറ്റിൽ മന്ത്രിച്ച് ഊതാൻ തുടങ്ങി, എല്ലാവർക്കും കൊടുക്കും. ഇതറിഞ്ഞ് പലരുടെയും വയറുവേദനയും ട്യൂമറും ക്യാൻസറൊക്കെ മാറി, എയ്ഡ്സ് അടക്കം മാറി എന്നുള്ള പ്രചരം വന്നതോടുകൂടി നാടിൻ്റെ നാനാദിക്കിൽ നിന്നും സിദ്ധൻ്റെ വീട്ടിലേക്ക്, ആ തങ്ങളുപ്പാപ്പയുടെ വീട്ടിലേക്ക് ആളുകൾ വന്നു. അവസാനം അദ്ദേഹത്തിന് രക്ഷയില്ല. 100-500 ആളുകൾ വന്നതോടുകൂടി അദ്ദേഹം കിണറ്റിൽ രാവിലെ എഴുന്നേറ്റ് കാർക്കിച്ച് തുപ്പും. ആ വെള്ളം കോരിയെടുത്ത് ക്യാനിലാക്കി രോഗികൾ കൊണ്ടുപോകുന്ന കാഴ്ച ഇന്നും അവിടെ നടക്കുന്നുണ്ട്. തുപ്പലുപ്പാപ്പമാർ നമ്മുടെ നാട്ടിൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രബോധം നമുക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, താങ്ക് യു.